ഇനി ഈ ഒരു ഫിഫ്ത് പേപ്പറിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ILR എന്ന് പറയുന്നത്. അപ്പോ ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ILR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു കൺവെൻഷണൽ ടൈപ്പ് റെഫ്രിജറേറ്റർ 220 വോൾട്ട് AC പ്രവർത്തിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു റെഫ്രിജറേറ്ററിന്റെ കൂട്ട് തന്നെ വരുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ ബേസിലാണ് ഈ ഒരു ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ILRനകത്ത് നമ്മളൊരു ക്യാബിനറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് +2°C ടു +8°C ആണ്. അപ്പം ഈ ഒരു ILR നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലെവലിലും സബ് ഡിസ്ട്രിക്ട് ലെവലിലും വാക്സിൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ILR ഉപയോഗിക്കുന്നത്. ഒരു 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാക്സിൻസ് സേഫ് ആയിട്ട് വെക്കാൻ ILRൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലാർജർ ILR ആണെങ്കിൽ നമ്മൾ കൂടുതലും ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് കൊടുക്കുന്നത്. സ്മോളർ ILR ആണെങ്കിൽ PHSC ഹെഡ്ക്വാർട്ടേഴ്സ്. അതെന്ന് പറയുന്ന സൈസിന്റെയും പോപ്പുലേഷന്റെയും ഒക്കെ ബേസിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നോർമൽ ഒരു റെഫ്രിജറേറ്ററിന്റെ ടൈപ്പിൽ വരുന്ന വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന്റെ ബേസിൽ പ്രവർത്തിക്കുന്ന ഒരെണ്ണമാണ് ഈ ഒരു ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ടെമ്പറേച്ചർ +2 ടു +8°C ആണ്. അപ്പൊ നമുക്ക് വാക്സിൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് ലെവലിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ILR നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ILR എന്ന് പറയുന്നത് വാക്സിൻസ് സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് ILR, ഐസ്ലൈൻഡ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തെ ഒരു ടെമ്പറേച്ചർ സോൺ അനുസരിച്ച് നമ്മുടെ ILRന്റെ അകവശം നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അപ്പർ പാർട്ട് എന്നും ലോവർ പാർട്ട് എന്നും. അപ്പം കൂടുതലും ILR മോഡൽസിലും ലോവർ പാർട്ടായിരിക്കും കൂടുതൽ കൂളർ. നമ്മൾ അപ്പർ പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോവർ പാർട്ടായിരിക്കും കുറച്ചുകൂടെ കൂളർ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പർ പാർട്ടിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നത് ഫ്രീ സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ആയിരിക്കും. ഓക്കെ, ദെൻ താഴെ പറയുന്നത് നമ്മുടെ OPV, BCG, മീസിൽസ്, JE ഈ വാക്സിൻസ് എന്നൊക്കെ പറയുന്നത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ആണ്. ഈ വാക്സിൻസ് ഒക്കെ കൂടുതലും നമ്മൾ ബോട്ടം സൈഡിലാണ് സൂക്ഷിക്കുന്നത്. അതേസമയം DPT, TT, ഹെപ്പറ്റൈറ്റിസ് B, IPV, പെന്റാവാലന്റ് വാക്സിൻസ്, അതുപോലെ തന്നെ ഡയലുവൻസ്, ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഫ്രീ സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അപ്പർ പാർട്ടിലാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, ഏതൊക്കെ വാക്സിൻ ആണ് ILRന്റെ താഴത്തെ വശത്ത് സൂക്ഷിക്കുന്നതെന്നും അതുപോലെ തന്നെ ഏതൊക്കെ വാക്സിൻസ് ആണ് മുകൾ വശത്ത്. അത് നമ്മൾ ഫ്രീ സെൻസിറ്റീവ് വാക്സിനും ഹീറ്റ് സെൻസിറ്റീവ് വാക്സിനുമായിട്ട് ഓർത്തു വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്നത്. ഇനി ഈ ILRന്റെ കാര്യത്തിൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹോൾഡ് ഓവർ ടൈം ഓഫ് ദ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഒരു എക്യുപ്മെന്റ് ഹോൾഡ് ഓവർ ടൈം എന്ന് പറയുന്നത്? ഒന്നുമില്ല, നമ്മൾ ഒരു പവർ കട്ട് വരുവാണെന്ന് വിചാരിക്കുക. ആ ഒരു പവർ കട്ട് വരുന്ന സമയത്ത് ആ ഒരു ILRൽ എത്രയാണോ ടെമ്പറേച്ചർ ഉള്ളത് ആ ടെമ്പറേച്ചറിൽ നിന്നും ILRന്റെ മാക്സിമം ടെമ്പറേച്ചറിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം പീരീഡ്, അതാണ് ഹോൾഡ് ഓവർ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദ ഇവന്റ് ഓഫ് പവർ ഫെയിലിയർ, ഹോൾഡ് ഓവർ ടൈം ഈസ് ഡിഫൈൻഡ് ആസ് ദ time taken by the equipment to raise the inside cabinet temperature from its temperature at the time of power cut to maximum temperature limit of its recommended range. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് പോകുന്ന സമയത്ത് ILRന്റെ ക്യാബിനറ്റ് ടെമ്പറേച്ചർ +4°C ആണെന്ന് വിചാരിക്കുക. ആ +4°C നിന്ന് മാക്സിമം ടെമ്പറേച്ചർ ആയിട്ടുള്ള +8°C എത്തുന്നതിന് വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തു, അതാണ് ഹോൾഡ് ഓവർ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഐസ്ലൈൻഡ് റെഫ്രിജറേറ്ററിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ എഴുതേണ്ടത്.